ഓക്കെ, നമ്മളെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് എ സി ത്രൂ RL സീരീസ് സർക്യൂട്ടാണ്. നമ്മൾ മുന്നിലത്തെ ക്ലാസ്സിൽ പ്യുവർ റെസിസ്റ്ററിൻ്റെയും പ്യുവർ ഇൻഡക്ടറിൻ്റെയും പ്യുവർ കപ്പാസിറ്ററിൻ്റെയും ഡെറിവേഷൻസ് ഒക്കെ കണ്ടു. റെസിസ്റ്ററിൻ്റെ കേസിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്ന് കണ്ടു. ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലാഗ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് റെസിസ്റ്ററും ഇൻഡക്ടറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത കോമ്പിനേഷൻ, ആ കോമ്പോണൻസ് ഒരു AC സപ്ലൈയിലേക്ക് കൊടുത്താൽ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ V = Vm sin ωt ഒരു റെസിസ്റ്ററിലേക്കും കൊടുത്തു, അതാണ് R എന്ന് പറയുന്നത് റെസിസ്റ്റർ. അതിനുശേഷം ഒരു ഇൻഡക്ടറിലേക്കും കൊടുത്തു, സീരീസ് കണക്ഷനാണ് L എന്ന് പറയുന്ന ഇൻഡക്ടർ. അതിനുശേഷം അത് തിരിച്ച് സപ്ലൈയിലേക്ക് തന്നെ കൊടുത്തു. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, സപ്ലൈയിൽ നിന്ന് സോഴ്സിൽ നിന്ന് റെസിസ്റ്റർ വഴി ഇൻഡക്ടർ വഴി തിരിച്ച് സപ്ലൈയിലേക്ക് തന്നെ ഫ്ലോ ചെയ്യും. നമ്മൾ V എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. I എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറണ്ടാണ്. VR എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററാണ്. L എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറാണ്. നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഡെറിവേഷൻ ഒന്നും പോകുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഫേസർ ഡയഗ്രാം വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ നോക്കാം, ആദ്യം നമ്മൾ കറണ്ടിനെ റെഫറൻസ് ആക്കി എടുക്കുക. കാരണം എന്താ, കറണ്ടിന് സീരീസ് സർക്യൂട്ടാണ്, കറണ്ട് സെയിം ആയിരിക്കും. അതായത് റെസിസ്റ്ററിലൂടെയുള്ളതും ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടും സെയിം ആയിരിക്കും. കാരണം എന്താ, സീരീസ് സർക്യൂട്ടാണ്. കറണ്ടിനെ റെഫറൻസ് ആക്കി എടുത്തു. നമ്മൾ റെസിസ്റ്റർ മാത്രം ആദ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫേസർ ഉണ്ടാവും. ആ ഫേസറിന്റെ പ്രത്യേകത എന്താ, ആ ഫേസർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഫേസർ ഉണ്ടാവും. ആ ഫേസർ എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് കറണ്ട് ആയിരിക്കും. അപ്പോൾ കറണ്ടിന്റെ ലൈനിന്റെ മുകളിൽ തന്നെ നമുക്ക് എന്ത് വരക്കാൻ പറ്റും, വോൾട്ടേജിന്റെ ഫേസർ വരക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അത് നമ്മൾ കറണ്ടിനെ റെഫറൻസ് ആക്കി എടുത്തു. ഇനി നമ്മൾ വോൾട്ടേജാണ് വരക്കേണ്ടത്. രണ്ട് വോൾട്ടേജ് വരക്കാനുണ്ട്, ഇൻഡക്ടറിന്റെയും റെസിസ്റ്ററിന്റെയും. റെസിസ്റ്ററിന്റെ പ്രത്യേകത എന്താ, കറണ്ടിന്റെ ഫേസറിന്റെ സെയിം ഫേസ് ആയിട്ടാണ് വോൾട്ടേജ് റെസിസ്റ്ററിന്റെ വോൾട്ടേജ് വരിക. കാരണം അവർ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല, രണ്ടും ഇൻ ഫേസ് ആണ്. ഇനി ഇൻഡക്ടറിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ടറിൽ ആരാ ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, കറണ്ട് ലാഗ് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ്, പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നത്. VL എന്ന് പറയുന്ന ഫേസർ ഇവിടെ വരും അല്ലേ. ഡിഫറൻസ് മനസ്സിലായില്ലേ, കറണ്ട് സെയിം ആണ്. ഇൻഡക്ടറിനായാലും റെസിസ്റ്ററിനായാലും കറണ്ട് സെയിം ആണ്. റെസിസ്റ്ററിലൂടെ ഉള്ള വോൾട്ടേജ് അതെന്ന് പറയുന്നത് കറണ്ടിന് ഇൻ ഫേസ് ആയിരിക്കും. ഇൻഡക്ടറിലെ വോൾട്ടേജ് 90 ഡിഗ്രി, പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ആര് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. അപ്പം കറണ്ടിനേക്കാൾ 90 ഡിഗ്രി മാറി നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് വരച്ചു. ഇപ്പം നമുക്ക് രണ്ട് വെക്ടർ ഉണ്ട് അല്ലേ. ഇതാണ് VL എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. രണ്ട് വെക്ടർ ഉണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ എങ്ങനെ എടുക്കുക, റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇതിന്റെ സെന്ററിൽ നിന്നൊരു റിസൾട്ടന്റ് വെക്ടർ നമുക്ക് വരക്കും. ഇതാണ് ശരിക്കും ആക്ച്വൽ അവിടെയുള്ള വോൾട്ടേജ്. ആക്ച്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ V ആണ്. അതായത് രണ്ട് വെക്ടർ, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്ന വെക്ടറും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്ന വെക്ടറും കൂടി നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ടന്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് V എന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. ആദ്യം I റെഫറൻസ് ആക്കി എടുത്തു, VR എന്ന് പറയുന്ന വെക്ടർ വരച്ചു, VL എന്ന് പറയുന്ന വെക്ടർ വരച്ചു, ഇതിന്റെ റിസൾട്ടന്റ് എടുത്തു, അതാണ് V വെക്ടർ. V = VR വെക്ടർ പ്ലസ് VL വെക്ടർ അല്ലേ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഫേസർ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പോകുന്നത്, ഡെറിവേഷന് പോകുന്നില്ല. അപ്പോൾ ആദ്യം കറണ്ടിനെ റെഫറൻസ് ആക്കി എടുത്തു, കറണ്ടിന്റെ ഫേസർ വരച്ചു. റെസിസ്റ്റർ എന്ന് പറയുന്ന കോമ്പണന്റിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. അപ്പോൾ ആ കറണ്ടിന്റെ ഫേസറിന്റെ മുകളിലേക്ക് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജിന്റെ ഫേസർ വരച്ചു. ഇനി ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പോൾ പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി വോൾട്ടേജ് ലീഡ് ചെയ്യും കറണ്ടിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കറണ്ട് ഇതാണെങ്കിൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആര് വരക്കണം, ഇൻഡക്ടറിന്റെ വോൾട്ടേജ് വരക്കണം. രണ്ട് വോൾട്ടേജിന് ടൈം ഉണ്ട്, VRും VLും. ഇതിന്റെ റിസൾട്ടന്റ് നമ്മൾ വരച്ചെടുത്തു, അതാണ് V. അപ്പോൾ അത്ര കിട്ടി. അപ്പം വെക്ടർ V = VR പ്ലസ് വെക്ടർ VL. ദാറ്റ് ഈസ് ഈക്വൽ ടു VR എന്ന് പറയുന്നത് നമുക്കറിയാം, റെസിസ്റ്ററിന്റെ കേസിൽ I × R ആണ്, പ്ലസ് ഇൻഡക്ടറിന്റെ കേസിൽ ഇമാജിനറി ആണ്, I × JXL ആണ്. അതായത് കറണ്ട് ഇൻറ്റു റിയാക്റ്റൻസ്.
അല്ലേ, ഇമാജിനറി ആക്സിസിൽ റിയാക്ടൻസ് ഉള്ളതുകൊണ്ട് ജെ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തു. ഐ കോമൺ ആണ്, സീരീസ് സർക്യൂട്ടാണ്, അതുകൊണ്ട് ഐ കോമൺ ആണ്, ഐനെ പുറത്തെടുത്തു. ആർ പ്ലസ് ജെ എക്സ് അല്ലേ, ഐ ഇൻറ്റു ആർ പ്ലസ് ജെ എക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്തു, വി ഇസ് ഈക്വൽ ടു ഐ സെഡ് എന്ന് എഴുതി. നമ്മൾ എന്നിട്ട് പറയുന്നു വേർ സെഡ് ഈസ് ആർ പ്ലസ് ജെ എക്സ്. ഈ ഒരു ടേമാണ് നമുക്ക് സെഡ് ആയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിന്. ഇനി നമുക്കറിയാം ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക, സാധാരണ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെ ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതേപോലെ സെഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആണ് ഇതിൻ്റെ സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ വിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സിമിലർലി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. സിമിലർലി വി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിൻ്റെ സ്ക്വയർ പ്ലസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിൻ്റെ സ്ക്വയർ കാണാം, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി റെസിസ്റ്ററും ഇൻഡക്ടറും ഉണ്ട്. അപ്പം റെസിസ്റ്റൻസ് വരച്ചു, ഇൻഡക്ടറിൻ്റെ റിയാക്ടൻസ് ഇവിടെ വരച്ചു, ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ സെഡ് ഇവിടെ നമ്മൾ കാണിച്ചു. ഈ ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പവർ ഫാക്ടർ പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പം പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എടുക്കാം. ആർ ഡിവൈഡ് ബൈ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ആർ ഡിവൈഡഡ് ബൈ വി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആർ എൽ സർക്യൂട്ടിൽ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയായിരുന്നു, കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജ് ലീഡ് ചെയ്യും അല്ലേ, വോൾട്ടേജ് 90 ഡിഗ്രി വെച്ചിട്ട് ലീഡ് ചെയ്യും. ആർ എൽ സർക്യൂട്ടിൽ ലെസ് ദാൻ 90, അതായത് പ്യുവർ അല്ല, കംപ്ലീറ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് പ്യുവർ ഇൻഡക്ടറും പ്യുവർ റെസിസ്റ്ററും ഉണ്ടെങ്കിലും ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷൻ കാരണം ഇൻഡക്ടർ ഇപ്പോൾ പ്യുവർ അല്ല, കാരണം കുറച്ച് റെസിസ്റ്റീവ് എലമെൻറ്റും കൂടിയുണ്ട്, റെസിസ്റ്ററിൻ്റെ എഫക്റ്റും കൂടിയുണ്ട്. അപ്പം ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾ വെച്ചിട്ടായിരിക്കും ആര് ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എ സി ത്രൂ ആർ സി സീരീസ് സർക്യൂട്ട്. നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ആർ എൽ ആയിരുന്നു, ഇപ്പം ആർ സി ആയി. അപ്പോൾ എ സി സപ്ലൈ ആദ്യം വരച്ചു, റെസിസ്റ്റർ വരച്ചു, ഇൻഡക്ടറിന് വരാൻ കപ്പാസിറ്റർ വരച്ചു, ബാക്കിയൊക്കെ സെയിം തന്നെ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫേസർ ഡയഗ്രാമാണ്. അതിന് നമുക്ക് വരച്ച് തന്നെ എടുക്കാം. ആദ്യം റെഫറൻസ് കറണ്ട് എടുത്തു. എന്തുകൊണ്ടാണ് റെഫറൻസ് കറണ്ട് എടുത്തത്, ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും ആര് കോമൺ ആയി വരും, കറണ്ട്. സീരീസിൽ കറണ്ട് സെയിം ആണെന്ന് അറിയാം. ആദ്യം റെസിസ്റ്ററിൻ്റെ വോൾട്ടേജും ഈ കറണ്ടിൻ്റെ ഫേസർ വരച്ചതിന് ശേഷം റെസിസ്റ്ററിൻ്റെ വോൾട്ടേജിൻ്റെ ഫേസർ നമ്മൾ വരച്ചു, വി ആർ. അത് രണ്ടും ഇൻ ഫേസ് ആണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വരച്ചു. കറണ്ടിൻ്റെ ഫേസറിൻ്റെ മേലെ തന്നെ നമ്മൾ വരച്ചു. ഇനി നമുക്കറിയാം കറണ്ടിൻ്റെ ഓൾറെഡി നമ്മൾ വരച്ചതുകൊണ്ട് കപ്പാസിറ്ററിൻ്റെ കേസിൽ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്, വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ വരക്കുന്ന സമയത്ത് നമ്മൾ എവിടെ വരക്കണം, വോൾട്ടേജ് ഇവിടെ വരക്കണം അല്ലേ, എന്നാലാണ് കറണ്ട് ലീഡ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ലീഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് കപ്പാസിറ്റർ കേസിൽ നമ്മൾ താഴോട്ട് വരച്ചത്. ഇനി എന്ത് ചെയ്യേണ്ടത്, ഇത് രണ്ടും ജോയിൻ ചെയ്യാം. റിസൾട്ടൻ്റ് എടുക്കാൻ വേണ്ടി സെൻറ്ററിലൂടെ ഒരു വര വരക്കുക. ഇതാണ് റിസൾട്ടൻ്റ് വി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ആദ്യം ഐ ഇവിടെ റെഫറൻസ് ആക്കി വരച്ചു, അതിൻ്റെ മുകളിൽ ഇൻ ഫേസ് കോമ്പണൻ്റായ വോൾട്ടേജ്, റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് നമ്മൾ വരച്ചു. കറണ്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട്, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കറണ്ടിൻ്റെ ബാക്കിലായിട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വരക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ വരച്ചു. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ രണ്ടും നമ്മൾ സാധാരണ വെക്ടർ അഡീഷനിൽ ചെയ്യുന്ന പോലെ ഇത് രണ്ടും ജോയിൻ ചെയ്ത് റിസൾട്ടൻ്റ് വി എടുത്തു. ഇനി നമുക്കറിയാം വി എന്ന് പറയുന്നത് ഐ ആർ, അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ മൈനസ് ജെ ഐ എക്സ് സി ആണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ എടുക്കേണ്ടത്. ഇത് നെഗറ്റീവ് സൈഡിലേക്ക്, നെഗറ്റീവ് ഇമാജിനറി ആക്സിസിലായതുകൊണ്ടാണ് മൈനസ് ഐ ജെ എക്സ് സി നമ്മൾ എടുത്തത്. ഇത് ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. ഐ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആർ മൈനസ് ജെ എക്സ് സി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടൈമിന് ഇമ്പിഡൻസ് ആയി സെറ്റ് ചെയ്യുന്നു. വി ഈസ് ഈക്വൽ ടു ഐ സെറ്റ് വേർ സെഡ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ജെ എക്സ് സി. അപ്പം ഓരോ സർക്യൂട്ടിലും ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ വേറെ വേറെയാണ് അല്ലേ.
ഇൻഡക്ടൻസ് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആർ പ്ലസ് ജെ എക്സ് എൽ ആണ് കിട്ടിയത്. ഇതിൽ ആർ മൈനസ് ജെ എക്സ് സി ആണ് നമുക്ക് കിട്ടിയത്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ ചെയ്യാനുള്ളത്. എന്ത് ചെയ്യണം ഇനി? സെഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ എങ്ങനെയാണ് ചെയ്തത്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു അല്ലേ, ഈ സെഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു. അപ്പോൾ ഈ മൈനസ് സൈന് സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മൈനസ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഇക്വേഷൻ കിട്ടും, ആർ സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. വോൾട്ടേജിൻ്റെ സിമിലർലി അത് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്കറിയാം ആർ സി സീരീസ് സർക്യൂട്ടിൽ നമുക്കറിയാം കറണ്ട് ശരിക്കും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു 90 ഡിഗ്രി വെച്ചിട്ട്. പക്ഷേ ഇപ്പം റെസിസ്റ്റൻസ് കൂടിയുള്ളതുകൊണ്ട് പ്യുവർ അല്ല. അപ്പം 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളിൽ വെച്ചിട്ടാണ് കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കോസ് ഫൈ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻസിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഇതെല്ലാം എല്ലാത്തിനും കോമൺ ആയ ഇക്വേഷൻസ് ആണ്. ആർ ബൈ സെഡ് തന്നെ ഫേസർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ റിയൽ പവർ എന്ന് പറയുന്നത് വി ഐ കോസ് ഫൈ, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് വി ഐ സൈൻ ഫൈ, അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത് വി ഐ. അതിനെപ്പറ്റി പവർ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ എടുക്കുന്ന സമയത്ത് കിട്ടിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കത് മനസ്സിലായി, രണ്ട് ടോപ്പിക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർ സിയും ആർ എല്ലും ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ആർ എല്ലിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സീരീസ് സർക്യൂട്ട്, റെസിസ്റ്ററും ഇൻഡക്ടറും ചേർന്ന സീരീസ് സർക്യൂട്ട് നമ്മളവിടെ വരച്ചു. അതിനകത്ത് നമ്മൾ ഫേസർ വെച്ചിട്ടാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫേസറിൽ ആരാണ് റെഫറൻസ് ആക്കി എടുക്കുന്നത്? കറണ്ട്. കാരണം സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആണ്. അപ്പോൾ അതിനെ റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. കറണ്ട് റെഫറൻസ് ആക്കി എടുക്കുമ്പോൾ റെസിസ്റ്റർ കോമ്പണൻറ്റിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഈ കറണ്ടിന് സെയിം അതിന് ഓവർലാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ വരക്കണം നമ്മൾ അല്ലേ. ഇനി ഇൻഡക്ടൻസിൻ്റെ വോൾട്ടേജ്, ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇൻഡക്ടറിൽ വോൾട്ടേജാണ് ലീഡ് ചെയ്യുക. അപ്പോൾ കറണ്ടിനെ ലീഡ് ചെയ്യുന്ന രീതിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വോൾട്ടേജ് വരക്കണം. എന്നിട്ട് ഇതിൻ്റെ വെക്ടർ അഡീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ആർ സി സീരീസ് സർക്യൂട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിനെ റെഫറൻസ് ആക്കി തന്നെ എടുക്കുക. റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഇതിൻ്റെ ഓവർലാപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വരക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം കറണ്ടിൻ്റെ ബാക്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് കറണ്ടിൻ്റെ ബാക്കിൽ 90 ഡിഗ്രി ബാക്കിലായിരിക്കണം കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് വരക്കേണ്ടത്. അങ്ങനെ വരച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ ഡെറിവേഷൻ വീഡിയോ ക്ലാസ് കാണുന്ന സമയത്ത് പോസ് ചെയ്തിട്ടാണെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ടാണെങ്കിലും ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുത്ത് സ്റ്റെപ്പൊക്കെ എഴുതിയെടുക്കണം. വീണ്ടും ഒന്നും കൂടെ കാണുമ്പോഴേ ഈ സ്റ്റെപ്പൊക്കെ അതിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് കറക്റ്റായി നിങ്ങൾ എഴുതിയ നോട്ടിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് യൂസ്ഫുള്ളായി എടുക്കാൻ വേണ്ടി പറ്റും.